ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും P&B അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, 1857 കലാപത്തിന് നേതൃത്വം നൽകിയ ഝാൻസിയിലെ രാജ്ഞി ആരെ? ഉത്തരം ഝാൻസി റാണി, റാണി ലക്ഷ്മിബായ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരെ? ഉത്തരം ലാല ലജ്പത് റായ്. അടുത്ത ചോദ്യം, ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം പ്രശസ്തമാക്കിയത് ആരെ? ഉത്തരം ഭഗത് സിംഗ്. സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ എന്ന പേര് വരാൻ കാരണം എന്താണ്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത് ഏകീകരിച്ചതിന്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ പുറപ്പെടുവിച്ച കറുത്ത നിയമം ബ്ലാക്ക് ആക്ട് എന്നറിയപ്പെടുന്ന നിയമമേത്? ഉത്തരം റൗലറ്റ് ആക്ട് 1919. അടുത്ത ചോദ്യം, ചൗരി ചൗര സംഭവം നടന്ന വർഷമേത്? ഉത്തരം 1922. ഇതിനെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ആഹ്വാനം ചെയ്തതാരെ? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭാരത കോകിലം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരെ? സരോജിനി നായിഡു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിച്ചതാരെ? രബീന്ദ്രനാഥ ടാഗോർ. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലാക്ക് 1939. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി രക്തസാക്ഷിയായ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരെ? ദാദാബായ് നവറോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ആദ്യം ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് വർഷത്തേതായിരുന്നു? ഉത്തരം 1896 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ദക്ഷിണാഫ്രിക്കയിലെ സേവനത്തിനിടയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏത്? ടോൾസ്റ്റായി ഫാം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിൽ വെച്ചാണ് ഈ സത്യാഗ്രഹം നടത്തിയത്. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇംഗ്ലീഷിൽ എഡിറ്റ് ചെയ്തിരുന്ന പ്രശസ്തമായ പത്രം ഏത്? ഉത്തരം യങ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ അടച്ചിട്ട ജയിൽ ഏതാണ്? ഉത്തരം പൂനെയിലെ ആഗാഖാൻ കൊട്ടാരം. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ വൈഷ്ണവ ജനതോ രചിച്ചതാരെ? ഉത്തരം നരസിംഹ മേത്ത. ഗാന്ധിജിയുടെ മാതാപിതാക്കളുടെ പേരെന്തായിരുന്നു? പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായ്. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത മലയാളി ആരായിരുന്നു? ഉത്തരം സി കൃഷ്ണൻ നായർ, തൈക്കാട്ടുശ്ശേരിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമരസേനാനി. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ ജയിൽവാസം അനുഭവിച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം 1922 അഹമ്മദാബാദിൽ വെച്ച്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം 1931 ലണ്ടനിൽ വെച്ച്. ഗാന്ധിജിയുടെ വധത്തിന് ഉപയോഗിച്ച തോക്ക് ഏത് തരമായിരുന്നു? ഉത്തരം ബെറെറ്റ പിസ്റ്റൾ.
ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷവും തീയതിയും എന്ന്? ഉത്തരം 1889 നവംബർ 14 അലഹബാദിൽ വെച്ച്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ? ജവഹർലാൽ നെഹ്റു. 1929 ചരിത്രപരമായ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഈ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ആറ്റിക്കുറുക്കിയ ഇന്ത്യ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു? ഉത്തരം സ്വരൂപ് റാണി. നെഹ്റുവിൻ്റെ പ്രശസ്തമായ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രസംഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? വിധിയുമായുള്ള കൂടിക്കാഴ്ച, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് ഈ പ്രസംഗം. നെഹ്റു പഞ്ചവത്സര പദ്ധതികൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ USSR. നെഹ്റു ശാന്തിനികേതനിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് രവീന്ദ്രനാഥ ടാഗോർ നൽകിയ പേരെന്തായിരുന്നു? ഉത്തരം പ്രിയദർശിനി. പിന്നീടത് ഇന്ദിരാഗാന്ധിയുടെ പേരായി മാറി. കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമരങ്ങൾ ഏവ? ഉത്തരം കോട്ടയം പഴശ്ശിരാജ സമരം, കോട്ടയം വയനാട് മേഖലകളിൽ. അടുത്ത ചോദ്യം, വിദേശികളുടെ ഉപ്പുകുറുക്കൽ നിയമത്തിനെതിരെ കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെ? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? 1931. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1936 നവംബർ 12. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരെ? ഉത്തരം പിങ്കളി വെങ്കയ്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏത്? ഉത്തരം 1932. അവസാനത്തെ ചോദ്യം, ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ദണ്ഡിയിൽ. താങ്ക് യു.